നമസ്കാരം. CMR കേസിൽ ഹൈക്കോടതി സ്റ്റേ കൊടുത്തില്ല എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സമയത്ത് 2 ആഴ്ച സമയം കൂടി അപ്പീൽ സ്റ്റേ കൊടുക്കണമെന്ന വാദവും അംഗീകരിച്ചില്ല. ഇത് വലിയ തിരിച്ചടിയാണ് CMRL കമ്പനിക്കല്ല, പ്രത്യേകിച്ച് വീണ വിജയന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഈ കഴിഞ്ഞ ദിവസമാണ് വീണ വിജയൻ്റെ വീടും ഓഫീസും എല്ലാം റെയ്ഡ് ചെയ്തത്. പിണറായി വിജയൻ്റെ 2 വീടുകളും എക്സാലോജിക്കിൻ്റെ 2 വീടുകളും 2 ഓഫീസുകളും അതേപോലെ ഭർത്താവ് റിയാസിൻ്റെ കോഴിക്കോട്ടെ വീടും അടക്കം 12 സ്ഥലങ്ങളിലാണ് ഒരേ ദിവസം റെയ്ഡ് നടന്നത്. ആ റെയ്ഡ് സമയത്ത് തിരുവനന്തപുരത്ത് അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയൻ്റെ ഗുണ്ടാ മാഫിയ ടീം ഒത്തുചേരുകയും ഇഡിക്കെതിരെ വ്യാപകമായ രൂപത്തിൽ പ്രതിഷേധം നടത്തുകയും അവരെ ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല, അവരുടെ വാഹനം പോകുമ്പോൾ അതിനെ ആക്രമിക്കുകയും ചെയ്തു. ആക്രമിച്ചതോടുകൂടി എൻഫോഴ്സ്മെൻറ്റ് കൂടുതൽ സ്ട്രോങ് ആയി എന്നുള്ളതാണ് സത്യം. വളരെ സ്ട്രോങ് ആയി എന്ന് പറയുന്നത് കാരണം അവരുടെ വാഹനത്തെ തല്ലി തകർക്കുകയും അതിനുള്ളിൽ ഉണ്ടായിരുന്ന ED ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തതോടെ സംഭവം കൈവിട്ടുപോയി. വിനാശകാലേ വിപരീത ബുദ്ധി എന്നുള്ള രൂപത്തിലായി കാര്യങ്ങൾ. പിണറായി വിജയന് ഡൽഹിയിൽ ബന്ധങ്ങളുണ്ടെന്ന് കരുതി EDയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും? ഇത്രയും കാലം പിണറായി വിജയന് ഡൽഹിയിലുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് തൻ്റെ കേസുകളെല്ലാം അട്ടിമറിക്കുകയും, എന്നാൽ ഇലക്ഷന് തോറ്റു തൊപ്പിയിട്ടോടെ പിന്നെ ഈ പിണറായി വിജയനെ കൊണ്ട് എന്താണ് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിൻ്റെ നിലപാട്. ആ നിലപാട് മാറി. കാരണം കേരളത്തിൽ പിണറായി വിജയൻ തകർന്ന് തരിപ്പണമായി. 10 വർഷം കൊണ്ട് അധികാരത്തിൽ ഇല്ലാതിരുന്നാൽ കോൺഗ്രസ് പിന്നെ വളരില്ല എന്നുള്ള ഒരു തിയറിയായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. അതാണ് പിണറായി വിജയനും കൊടുത്തത്. എന്നാൽ 10 വർഷം കൊണ്ട് കേരളത്തെ മുച്ചൂട് നശിപ്പിച്ച് 5,07,000 കോടി രൂപയുടെ കടമുണ്ടാക്കി കേരളത്തിൻ്റെ നാശത്തിലേക്ക് കടത്തിവിട്ട പിണറായി വിജയൻ എന്ന ഭീകരൻ അവസാനം തലകുത്തി മറിഞ്ഞു വീണപ്പോൾ, ജനങ്ങൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ, CPM അണികൾ പോലും മാറി വോട്ട് ചെയ്തപ്പോൾ, BJP അണികൾ പോലും കോൺഗ്രസിന് UDFന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ കേരളത്തിൽ വലിയ ഭരണമാറ്റം വന്നു. 102 സീറ്റോടെ VD സതീശൻ്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ വരികയും അത് അവർ ഓരോ ദിവസവും ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ കേരളത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറുകയും CPMനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇനി 37% വോട്ടുള്ള CPMൽ നിന്നുള്ള വോട്ട് കോൺഗ്രസിലേക്കും UDFിലേക്ക് പോകുന്നതിന് പകരം BJPയിലേക്ക് എത്തിക്കണമെങ്കിൽ CPM നേതാക്കന്മാർ ഉൾപ്പെട്ട അഴിമതി കഥകളും അതേപോലെ തട്ടിപ്പുകളെല്ലാം പുറത്തു കൊണ്ടുവരികയും രാജ്യദ്രോഹ കുറ്റങ്ങളടക്കമുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും അവരെയെല്ലാം അകത്താക്കുകയും ചെയ്താൽ മാത്രമേ ഇനി കേരളത്തിൽ BJP വളരുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഡൽഹി അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും തിയറിയുള്ളത്. കേരളത്തിലെ CPM BJP നേതാക്കന്മാർ നേരത്തെ പിണറായി വിജയൻ്റെ വാലാട്ടികളായിരുന്നെങ്കിലും ഇപ്പോൾ ആ സ്ഥിതിയും മാറിയിരിക്കുകയാണ്. ഇനി പിണറായിനെ വെച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയുള്ള ഒരു പ്രവർത്തനം കൂടി വന്നതോടുകൂടിയിട്ടാണ് വീണ വിജയനെ ഇനി അറസ്റ്റ് ചെയ്യാം. വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ ഉള്ള കഴിഞ്ഞ തവണത്തെ പ്ലാനുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം. കഴിഞ്ഞ തവണ എല്ലാ വീടുകളും റെയ്ഡ് ചെയ്ത് മെറ്റീരിയൽ എല്ലാം കളക്ട് ചെയ്യുക. അതിലേറ്റവും വിലപ്പെട്ട കിട്ടിയ എന്താണ്? വീണ വിജയൻ്റെ മൊബൈലാണ്, അതേപോലെ അവരുടെ ബാങ്ക് ലോക്കറാണ്. ഈ ബാങ്ക് ലോക്കർ തുറന്ന് അതിൽ വിലപ്പെട്ട രേഖകളുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വീണ വിജയന് കേരളത്തിൽ മാത്രമാണോ നിക്ഷേപമുള്ളത്? പിണറായി വിജയന് കേരളത്തിൽ മാത്രമാണോ നിക്ഷേപമുള്ളത്? മകൻ അവിടെ വിദേശത്ത് നിൽക്കുന്നതിന് കാരണം എന്താണ്? അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ടെന്നുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ രേഖകൾ കൊണ്ട് വ്യക്തമായിരുന്നു. പിണറായി വിജയൻ എന്നെ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്ത് സുപ്രധാനമായ രേഖകളാണ് കടത്തിക്കൊണ്ടുപോയത്. 10,000 കോടി രൂപ വിദേശത്തുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള രേഖയാണ് അന്ന് കടത്തിക്കൊണ്ടത്. ഇത് തന്നെയാണ് ഷോൺ ജോർജും പറഞ്ഞിട്ടുള്ളത്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണ വിജയൻ അക്കൗണ്ടുണ്ട്, സൂരജുമായി ചേർന്നുള്ള അക്കൗണ്ടുണ്ട്, അമേരിക്കയിലുണ്ട്, പല രാജ്യങ്ങളിലുമുണ്ട്. മകനാണ് പണം സൂക്ഷിക്കുന്ന ഭൂതം. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം താൻ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ തനിക്ക് യാതൊന്നും വരാൻ പോണില്ല, വിദേശത്ത് തൻ്റെ മകനും മകളും ഒക്കെ സുരക്ഷിതമായിരിക്കും എന്നുള്ള നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ്റെ വീടുകളടക്കം റെയ്ഡ് ചെയ്തത്.
എന്നാൽ അതിനെതിരെ ഗുണ്ടാ മാഫിയ പ്രവർത്തിച്ചുകൊണ്ടൊന്നും ED പിന്നോട്ട് വെച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഹൈക്കോടതിയും എക്സാലോജിക് CMRന്റെ കേസിൽ അനുകൂലമായ വിധി, അവർക്ക് EDക്ക് അനുകൂലമായ വിധി പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് ഏത് സമയത്തും ഇനി വീണ വിജയനെ സമൻസ് വരുത്തി അറസ്റ്റ് ചെയ്യാം, വന്നില്ലെങ്കിൽ അറസ്റ്റ് നടത്താം എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ. അതുകൊണ്ട് നിയമപ്രകാരം തന്നെയുള്ള നടപടികൾ ക്രമങ്ങൾക്ക് ഇന്നോ നാളെയോ വീണ വിജയന് നോട്ടീസ് നൽകാം. നോട്ടീസ് നൽകി ഡൽഹിയിലേക്കായിരിക്കും മിക്കവാറും വിളിച്ചു വരുത്തുക, അല്ലെങ്കിൽ എറണാകുളത്തെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിലേക്കായിരിക്കും വിളിച്ചു വരുത്തുക. അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് പിന്നീട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റിമാൻഡ് ചെയ്യുക എന്നുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക. നമ്മൾ ചിന്തിക്കുന്ന എമൗണ്ടൊന്നുമല്ല പിണറായി വിജയനും മകളും മകനും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ 10,000-കണക്കിന് കോടി രൂപയുടെ അനധികൃത നിക്ഷേപങ്ങളാണ് പിണറായി വിജയനുള്ളത്. അപ്പം അത് പിന്നെ ഈ CMRLൻ്റെ ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയിൽ തന്നെ PV എന്ന് പറയുന്ന പിണറായി വിജയൻ ആണെന്ന് കൃത്യമായി തന്നെ അതിൽ പറയുന്നുണ്ട്. അതിൽ പിണറായി വിജയൻ്റെ സ്വാധീനപ്രകാരമാണ് ഈ പണം എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് 2,78,00,000 രൂപ കിട്ടിയതെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം 1,73,00,000 എന്നുള്ളതായിരുന്നെങ്കിലും പിന്നീട് 2,78,00,000 രൂപ ഉണ്ട് എന്നുള്ള കാര്യം ഈ എൻഫോഴ്സ്മെൻറ്റ് തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി. അതിന് കാരണം ഓരോ മാസവും 5 ലക്ഷം രൂപ വീണ വിജയന് സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിലേക്കും 3 ലക്ഷം രൂപ എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ അക്കൗണ്ടിലേക്കും അയച്ചു എന്നുള്ളതാണ് സത്യം. എന്തായാലും നമുക്ക് അധികം താമസിക്കാതെ വീണ വിജയന് നോട്ടീസ് വരും. വീണ വിജയന് വന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ നേരെ നോട്ടീസ് എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസ് പോയി ഹാജരായി കഴിഞ്ഞാൽ അറസ്റ്റ് ഉറപ്പാണ്. അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യവും വളരെ കൃത്യമാണ്. പ്രത്യേകിച്ചും എൻഫോഴ്സ്മെൻറ്റിനെ ആക്രമിച്ച സ്ഥിതിക്ക് കോടതികളിലൊന്നും തന്നെ നീതി കിട്ടാൻ പോകുന്നില്ല. കാരണം എൻഫോഴ്സ്മെൻറ്റിനെ ആക്രമിച്ച വീഡിയോ ലോകം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. അതിൽ കൃത്യമായി CPMൻ്റെ ഗുണ്ടകൾ ആക്രമിക്കുക മാത്രമല്ല, അത് പിണറായി വിജയൻ അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പിണറായി വിജയൻ വളരെ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ്. ഏത് സമയത്തും അറസ്റ്റ് നടക്കാം. അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം വീണ വിജയനെയായിരിക്കും, പിന്നീട് ആരെയായിരിക്കും, മകനെയായിരിക്കും, പിന്നീട് മാത്രമേ ഭാര്യയെയും അതേപോലെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഘട്ടമായിട്ട് ഒരു അറസ്റ്റാണ് എൻഫോഴ്സ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അതുവഴി കേരളത്തിൽ CPMൻ്റെ അടിത്തറ മാന്തി പൊളിക്കുക, എന്നിട്ട് BJPയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് അമിത്ഷായ്ക്കുള്ളത്. അത് എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം കേരളത്തിലെ ജനതയുടെ പ്രത്യേകതയുണ്ട്. BJPയോട് ഇപ്പോഴും ഒരു വിമുഖത ആണ് ഉള്ളത്. CPM സാധാരണ ജനങ്ങൾക്കുള്ളത്. മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ വളരെ ശക്തമായ നിലയിലുള്ള സ്ഥലമാണ് കേരളം. അപ്പോൾ അവിടെ ഒരു അട്ടിമറി സാധ്യത കുറവാണ് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. പക്ഷേ CPMൻ്റെ തകർച്ച പരിപൂർണമായിരിക്കും. അത് കോൺഗ്രസ്സിനായിരിക്കും കൂടുതൽ ഗുണം കിട്ടുക എന്നുള്ള നിലപാടിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. VD സതീഷിനെ പോലെ ശക്തനായ ഒരു നേതാവ് വന്നതോടുകൂടിയിട്ട് കേരളത്തിൽ UDF മുമ്പത്തേക്കാൾ ശക്തമാണ്. മാത്രമല്ല എല്ലാ ഘടകകക്ഷികളും ഒറ്റക്കെട്ടായി VD സതീഷിൻ്റെ കൂടെ അണിനിരക്കുന്നുമുണ്ട്. ഈ സന്ദർഭത്തിൽ മുന്നോട്ട് പോവുക പ്രയാസമായിരിക്കും എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.